നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നല്ല കണ്ടംപററി ഡിസൈൻ വരുന്ന ബോക്സി മോഡൽ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒരു കിഡിലം വീടാണ് നമുക്ക് കറക്റ്റ് പറഞ്ഞത് പ്രാവച്ചമ്പലം ബൈപ്പാസിൽ നിന്ന് നമുക്കൊരു മൂന്നര കിലോമീറ്റർ മാത്രം മാറി വരുമ്പോഴത്തേക്കും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു അടിപൊളി വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഒറ്റ നോട്ടിൽ തന്നെ ഒരു അട്രാക്റ്റീവായിട്ട് ലുക്കും കാര്യങ്ങളെല്ലാം എലിവേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 400 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ഈ കാണുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളും കാര്യങ്ങളും വരുന്ന ഒരു ഏരിയ തന്നെയാണ്. ഫ്രണ്ടേജ് നമുക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് ഉള്ളത്. ലോറി സൈറ്റ് തന്നെയാണ് വീട് നമുക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇത്രയും നല്ല വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് വീട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതും. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീടെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു എൻട്രൻസ് നമുക്ക് ഒരു വീടിന് വരുന്നതുകൊണ്ട് വലിയ SUV കോമ്പാക്റ്റ് വണ്ടികളെല്ലാം സുഖമായിട്ട് വീടിനകത്ത് കയറാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടേജ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് തീർത്തിട്ടുള്ളൊരു ഏരിയയാണ്. 3 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഫ്രണ്ടിൽ വരുന്ന ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ SUV കോമ്പാക്റ്റ് 3 SUV കോമ്പാക്റ്റ് വണ്ടികളൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോൾ കിണറാണ്. കൂടാതെ നമുക്ക് പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ 2 സൈഡിലായിട്ട് തന്നെ നല്ല ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നമുക്ക് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ നമുക്ക് സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രൻസ് തന്നെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ എൻട്രിയും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിറ്റൗട്ടിൻ്റെ മുകളിലായിട്ട് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 10x6 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ സിറ്റൗട്ട് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളതും. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ഫോൾ സീലിംഗെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള മെയിൻ ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്കിവിടെ കാണാൻ പറ്റും. ജനലിൽ നമുക്ക് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. ഫ്രണ്ട് ഡോറ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. 2 പാളി വരുന്ന ഫ്രണ്ട് ഡോറ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റ് തേക്കിൻ തടിയിലാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കടക്കാം. അപ്പോൾ നല്ല ലക്ഷറി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീടിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്തെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പാനൽ വർക്കും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കർട്ടൺ ബ്ലിൻസും അതുപോലെ കർട്ടൻസും കാര്യങ്ങളെല്ലാം ഓൾറെഡി നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് നമുക്ക് ഏരിയ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ലിക്വിഡ് വാൾപേപ്പറും കാര്യങ്ങളാണ് നമുക്ക് പ്രീമിയം രീതിയിലുള്ള വർക്കും കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കർട്ടണും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്താണ് ലിവിങ് ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലിവിങ് ഏരിയ. ഇതാണ് നമ്മുടെ വീടിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ. കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. മുകളിലും താഴെയുമായിട്ടും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഫ്ലോറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കാര്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. 12x18 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ലിവിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ഫോൾ സീലിംഗ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് 12x12 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്യാവശ്യം നല്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം മുഴുവൻ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഒരു കോർണറായിട്ട് തന്നെ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയും സൈഡിലുമായിട്ട് നല്ല മനോഹരമായ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. പാനൽ വർക്ക് കാര്യങ്ങളെല്ലാം ബാക്കിൽ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന കിച്ചണിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ കിടക്കുന്നത്. ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചണാണ്. നല്ല മനോഹരമായ ഒരു കിച്ചൺ. കളർ കോമ്പിനേഷൻ കളർ തീം ഉൾപ്പെടെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്.
ഹാങ്ങിങ് ലൈറ്റ്സ് ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും എല്ലാം ഡെക്കറേഷനാക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ഇതെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. താഴെ മുകളിലുമായിട്ട് നല്ല ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മോഡേൺ രീതിയിലാണ് ഈ ഒരു കിച്ചണിൻ്റെ പണിയെല്ലാം ചെയ്തിരിക്കുന്നത്. 12x12 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് കിച്ചണിൻ്റെ വർക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാബിനറ്റ്സിൻ്റെ താഴെയുമായിട്ട് ഒരുപാട് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നല്ല പ്രകാശവും നല്ല അടിപൊളിയായിട്ടുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. ചിമ്മിനി നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫോൾ സീലിംഗ് വർക്ക്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് റെഫ്രിജറേറ്റർ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ എല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ. നമുക്ക് ആ കോർണറിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ കിണറിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിന് നമുക്കെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു സ്ലാബും അതുപോലെ തന്നെ സിങ്കും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വർക്ക് ഏരിയയുടെ നമുക്ക് ഫുൾ കംപ്ലീറ്റ് വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 4,600 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. 3 ബെഡ്റൂമാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈനായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു റൂം സൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളും ഓൾറെഡി വരുന്നുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളും ഈ ഒരു ചുമരിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്കിവിടെ തന്നെ ഒരു വാൾ റൂപ്സ് നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷൻ ആക്കി ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ, 2 ബെഡ്റൂം നമുക്ക് മുകളിലുമാണ്, ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തേക്കുന്നത്. തടിയും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ഒരു ഹാൻഡിൽസാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് നമുക്കൊരു വുഡൻ പാറ്റേൺ കോമ്പിനേഷൻ കാര്യം കിട്ടാൻ വേണ്ടിയുള്ള ഒരു രീതിയിലാണ് ചെയ്തേക്കുന്ന. സൈഡിലായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. മുകളിലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. നല്ല ഫാൻസി മോഡലിൽ ഒരു ക്ലോക്കും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ നമുക്ക് കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയ സ്പേസിലാണ് നമുക്ക് എത്തുന്നത്. അപ്പോൾ ലിവിങ് ഏരിയ നമുക്ക് ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് ലിവിങ് ഏരിയ സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു ലിവിങ് ഏരിയ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ വരുന്ന നല്ല മനോഹരമായൊരു TV യൂണിറ്റ് ഏരിയ ആണ് നമുക്ക് ഈ കാണുന്നത്. TV യൂണിറ്റ് ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള, നമുക്ക് താഴത്തെ ഫ്ലോറിൽ തന്നെ കണ്ടതുപോലെയുള്ള TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. വലിയ TV ഒക്കെ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും ഒരുക്കൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് എൽ ഷേപ്പിലൊരു ലിവിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. 26x13 ഡയമെൻഷനാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു നമുക്ക് ലിവിങ് ഏരിയ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പേസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. താഴെ നമുക്ക് ഔട്ടും അതുപോലെ തന്നെ വാട്ടർ ലൈനും കണക്ഷനും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. 12x12 ഡയമെൻഷനാണ് നമ്മുടെ കിട്ടുന്നത്. ടെക്സ്ചർ വർക്ക് വരുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. കർട്ടൺ ബ്ലിൻസ് കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ റൂപ്സ് ഒക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ്, ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ്. സ്പോട്ട് ലൈറ്റ് ആണ് നമുക്ക് ഡെക്കറേഷനാക്കി വരുന്നത്.
ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് നമുക്ക് തന്നെയാണ് ഈ ഒരു റൂമും വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫിറ്റിങ്സും കാര്യങ്ങളാണ്, സെറയുടെ നല്ല ഫിറ്റിങ്സും കാര്യങ്ങളാണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം, അതായത് ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വീടിൻ്റെ ലാസ്റ്റിലത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ് തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. 12x12 ഡയമെൻഷനുള്ള സ്പേസും നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു വാൾ ചുമര് ഈ ഒരു ഭാഗത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. വാൾ റൂപ്സ് ഓൾറെഡി നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത് കാണാൻ പറ്റും. ഫോൾ സീലിനെ സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷൻ ആക്കി നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്ലോറിംഗ് നമുക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂം നമുക്ക് ബാത്ത് അറ്റാച്ച് തന്നെയാണ്. നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് നല്ല ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം വർക്കും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഏരിയയിൽ ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും ബാൽക്കണി സ്പേസ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളാണ് ബാൽക്കണി സ്പേസ് നമുക്ക് കിട്ടുന്നത്. 8x15 ഡയമെൻഷൻ നമുക്ക് വരുന്ന ഒരു ബാൽക്കണി സ്പേസ് ആണ്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സർക്കുലർ മോഡലിലെ ഒരു വിൻഡോ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷൻ ആക്കിയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാൽക്കണിയുടെ നമുക്ക് ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല ലെങ്ത് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണി നമുക്ക് വരുന്നത്. എൽ ഷേപ്പ് മോഡലാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളും ഈ ഒരു ബാൽക്കണിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാവച്ചമ്പലം ബൈപ്പാസിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ മാത്രം മാറി വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറി വരുന്ന ഇത്രയും നല്ല മനോഹരമായ ഒരു ലക്ഷറി വീട് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 4,600 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ നല്ല പണിയപ്പിച്ച 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലക്ഷറി വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. നമുക്ക് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെറും 75 ലക്ഷമാണ് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. ബൈപ്പാസിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ മാത്രം മാറി വരുന്ന ഈ ഒരു വീട് ചോദിക്കുന്നത് 75 ലക്ഷമാണ്. ഈ പറയുന്ന പ്രൈസ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ പ്രൈസ് റേഞ്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.